യൂട്യൂബിൽ നോക്കി ഡയറ്റ് എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന നമ്മൾ ആഹാരം ഉപേക്ഷിച്ചിട്ടല്ല നമ്മൾ ഡയറ്റ് നോക്കേണ്ടത്. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെ ഒരു കുട്ടിക്ക് ആഹാരത്തിനോടുള്ള ഇഷ്ടക്കുറവും അങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം ആ കുട്ടി ഇന്നലെ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസ് വന്നു. ഈ ന്യൂസ് കണ്ടോളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് പോയി നമ്മൾ ഡയറ്റിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത്. സാധാരണ നമുക്ക് ആ ശരീരത്തിന് ആവശ്യമായ പോഷകഗുണങ്ങളുള്ള ആഹാരങ്ങൾ എടുത്തുകൊണ്ട് വേണം നമ്മൾ ഡയറ്റ് നോക്കാൻ. അല്ലാതെ പട്ടിണി കിടന്നിട്ടോ വെറും വെള്ളം മാത്രം കുടിച്ചിട്ടോ ഒന്നും നമ്മൾ ഡയറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, ആ കുട്ടി എനിക്ക് വന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചാല് ഒരു മനസ്സിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നവും കൂടെ ഉണ്ട് ഇതുപോലുള്ള രോഗങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ അതും ശ്രദ്ധിക്കണം. ഈ കുട്ടി ഡയറ്റ് എടുക്കാൻ തുടങ്ങി കുറച്ച് പ്രശ്നങ്ങളായപ്പോൾ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമ്മുടെ മാതാപിതാക്കളും കുട്ടികളും ഒന്ന് ശ്രദ്ധിക്കണം. അതുമല്ല, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് സ്ലിം ആയിട്ടിരിക്കുന്നതാണ് ബ്യൂട്ടി എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലിം ആയിട്ടിരിക്കുന്നതല്ല നമ്മുടെ ബ്യൂട്ടി, ആരോഗ്യമായിട്ടിരിക്കുന്നതാണ് നമ്മുടെ ബ്യൂട്ടി. നല്ല ആഹാരങ്ങളും നമ്മൾക്ക് ആവശ്യമായ വെള്ളവും പോഷകഗുണങ്ങളുള്ള പച്ചക്കറികളും ഒക്കെ കഴിക്കണം. നമ്മൾ അധികം ഫാസ്റ്റ് ഫുഡ്, രാത്രിയിൽ ഓയിലായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ പാടില്ല. ഇപ്പോ ഒരു കുറെ ആൾക്കാർക്ക് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഞാൻ കാർഡിയോളജിസ്റ്റിന്റെ അടുത്താണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് പേര് രാത്രിയിൽ മട്ടണ്, വറുത്ത ചിക്കന് അങ്ങനെയൊക്കെ ഉള്ള കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ആഹാരങ്ങൾ രാത്രി സമയങ്ങളിൽ കഴിക്കുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഒരു വ്യായാമം ഒന്നുമില്ലാതെ രാത്രി കിടന്നുറങ്ങും. ആ സമയത്താണ് കൂടുതൽ അത് നമ്മുടെ ശരീരത്ത് ഇരുന്ന് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിനെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കണം. ആരോഗ്യം നോക്കിയുള്ള ഡയറ്റുകൾ അത് ഡോക്ടർമാരോടോ അല്ലെങ്കിൽ ഡയറ്റീഷ്യന്മാരോടോ നമ്മൾ ചോദിച്ചിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എന്നോടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെയിറ്റ് കുറച്ച സമയത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞതല്ലാതെ നമ്മുടെ ഒരു ഹെൽത്തിന് പ്രോബ്ലം വരുന്ന കാര്യങ്ങൾ നമ്മളൊരു തെറ്റായ രീതിയിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആഹാരം ഉപേക്ഷിച്ചിട്ടുള്ള ഡയറ്റ് ഒരിക്കലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. അത് ഇപ്പോൾ ഉള്ള കുട്ടികൾ ഒരുപാട് ശ്രദ്ധിക്കണം. യൂട്യൂബിൽ ഒരാൾ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതുപോലെ എടുക്കാൻ പാടില്ല. ആഹാരം, ഫ്രൂട്ട്സ്, പച്ചക്കറികള് ഒക്കെ എടുത്തോണ്ട് തന്നെ നമ്മൾ ഡയറ്റ് നോക്കുന്നതാണ് ശരിയായിട്ടുള്ള ഡയറ്റ്. അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ രോഗത്തിനെ കുറിച്ച് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭക്ഷണം കഴിക്കാതിരിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്തിരുന്നു ബന്ധുക്കൾ പറയുന്നുണ്ട്. ഓൺലൈനിലൂടെ ചില ഡയറ്റ് പ്ലാനുകൾ കുട്ടി പിന്തുടർന്നിരുന്നെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് മറ്റു പല സംഭവങ്ങളും കേട്ടിട്ടുള്ളതുപോലെ അശാസ്ത്രീയമായ ഒരു ഭക്ഷണ ക്രമീകരണത്തിന്റെ മാത്രം വിഷയമല്ല. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും വണ്ണം വെക്കുമോ എന്ന ആദ്യം ഉണ്ടാകുന്നതും ഒരു പ്രത്യേക മാനസികാവസ്ഥ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അനോക്സിയ നെർവോസ എന്ന മാനസിക പ്രശ്നമാണെന്നും അശാസ്ത്രീയ ഡയറ്റ് ഉൾപ്പെടെ ഇതിന്റെ ലക്ഷണങ്ങളാണെന്നുമാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്താണ് ഈ അനോക്സിയ നെർവോസ എന്നത്? ആരോഗ്യ വിദഗ്ധരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. എങ്ങനെ ഇത് പ്രതിഫലിക്കുന്നു, ആർക്കൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്? കോഴിക്കോട് ആസ്റ്റർ എംസ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗം സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗായത്രി രാജൻ സംസാരിക്കും. അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന അസുഖം ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. ആദ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണം പല രീതിയിലും അവർ ഫുഡ് കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങുന്നു. അതിനോട് ഒപ്പം തന്നെ ഹാർട്ടിൽ ചേഞ്ചസ്, സൈനസ് ബ്രാഡിക്കാർഡിയ എന്ന് പറഞ്ഞ അവസ്ഥ ECG എടുക്കുമ്പോൾ അതിൽ കാണുന്നു. ഹൈപ്പോ ടെൻഷൻ, BP ഒരു 90-60 അതിന്റെ താഴേക്ക് വരുന്നു. പെൺകുട്ടികളാണെങ്കിൽ പലപ്പോഴും മെൻസസ് നിന്ന് പോകുന്നു. പിന്നെ ഈ മസിൽ മാസ് കുറയുന്നു, മുടിയുടെ തിക്നെസ് കുറയുന്നു, അവരുടെ ആകെപ്പാടിയുള്ള അപ്പിയറൻസ് അത് വളരെ മെലിഞ്ഞ രീതിയിലാവുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും ഈ അനോറക്സിയ നെർവോസ ഉള്ള ആ വ്യക്തിക്ക് അവരുടെ ഈ വെയിറ്റ് ലോസിനെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാവുന്നില്ല. WHO-ന്റെ കണക്ക് പ്രകാരം 10-നും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു അവസ്ഥ കൂടുതലായിട്ട് കോവിഡിന് ശേഷം നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ സഹായത്തോടു കൂടി കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.